ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചില വിചിത്രവും ഭയാനകവുമായ അനുഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരെ മുട്ടും കളയാതെ തന്നെ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കടക്കാം. ഇതിലെ ആദ്യത്തെ അനുഭവം എന്നോട് പറഞ്ഞത് അഭിലാഷാണ്. അഭിലാഷിൻ്റെ വാക്കുകളിലൂടെ തന്നെ ഈ വിചിത്രമായ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. 5 വർഷത്തെ പ്രവാസി ജീവിതത്തിനിടയിൽ നാട്ടിൽ വന്നു നിന്ന ഒരു അവധിക്കാലം. കഷ്ടിച്ച് 1 മാസമേ ഉള്ളൂ അവധി. നിറയെ ബന്ധുമിത്രാദികളുള്ള എനിക്ക് ആ അവധിക്കാലത്തിന്റെ ഭൂരിഭാഗവും ഇവരുടെയെല്ലാം വീട്ടിൽ ചിലവഴിക്കേണ്ടി വന്നു. ആരുടെയും പരിഭവവും പിണക്കവും സമ്പാദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാ ബന്ധുക്കളുടെ വീട്ടിലും ഓടി നടന്നു എല്ലാവരെയും കണ്ടു. ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപായി എൻ്റെ അമ്മയുടെ വീട്ടിൽ 2-3 ദിവസം തങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള എല്ലാ വേനലവധിയും ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ആഘോഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴ ജില്ലയിലെ ചമ്മനാട് എന്ന സ്ഥലത്താണ്. അവിടുത്തെ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു അത്. പണ്ടും നാട്ടിലുള്ള സമയത്ത് ഉത്സവത്തിന്റെ കൊടി കയറുന്ന ദിവസം തൊട്ട് അത് തീരും വരെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരിക്കും. അങ്ങനെ ഭാഗ്യം പോലെ കാത്തിരുന്ന് കിട്ടിയ ആ അവധിക്കാലത്തും ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. മറ്റു ബന്ധുമിത്രാദികളുടെ എല്ലാം വീട്ടിൽ കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം വീട്ടിലെത്തിയ ഞാൻ അധികം വൈകാതെ തന്നെ പെട്ടിയും ബാഗും തൂക്കി നേരെ അമ്മ വീട്ടിലേക്ക് വച്ചുപിടിച്ചു. അമ്മാവന്റെ 2 ആൺമക്കളും ചുറ്റുവട്ടത്തുള്ള കുറെ ചെക്കന്മാരുമായിട്ട് എനിക്കവിടെ കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ വന്നു എന്നറിഞ്ഞതോടെ കാക്കക്കൂട്ടം പോലെ അവരെല്ലാവരും എന്നെ കാണാനെത്തി. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം വലിയ പാർട്ടി സൽക്കാരങ്ങൾ നടന്നു. പോക്കറ്റ് കാലിയാകുന്ന ടെൻഷൻ ഒരു വശത്തുണ്ടായിരുന്നെങ്കിലും പ്രവാസി ജീവിതത്തിനിടയിൽ വീണ് കിട്ടിയ ആ അവധിക്കാലം അങ്ങേയറ്റം ഞാൻ ആസ്വദിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഉത്സവ പരിപാടികൾ കാണാൻ നേരത്തെ തന്നെ അമ്പലപ്പറമ്പിലേക്ക് വച്ചുപിടിച്ചു. കുറെ നേരം അവിടെ ഇവിടെ വായി നോക്കി നടന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അമ്പലപ്പറമ്പിലെ ഒരു പൂക്കടക്ക് കുറച്ചകലെയായിട്ട് വട്ടം കൂടിയിരുന്നു. അവിടെ ഇരുന്നാൽ പൂക്കടയിൽ വന്നു പോകുന്ന സുന്ദരികളായ പല പെൺകുട്ടികളെയും കാണാം. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 1-2 പേരുടെ വിവാഹം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനടക്കം ബാക്കി വരുന്ന ചെക്കന്മാരെല്ലാം കെട്ടിക്കാൻ പ്രായമായി പുര നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ആ പൂക്കടയുടെ തെല്ല് ദൂരെ മാറിയിരുന്ന് ഒരു കൂട്ട പെണ്ണുകാണൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അത്യാവശ്യമായിട്ട് വീട് വരെ വരണമെന്ന് പറഞ്ഞ് എനിക്കൊരു കോള് വന്നത്. അന്ന് സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടില്ല, കീപാഡ് ഫോണുകളുടെ കാലം. കാര്യം എന്താണെന്നറിയാൻ ഞാൻ വീട്ടിലേക്ക് പലതവണ വിളിച്ചെങ്കിലും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞ സമയം ഞാൻ ഒപ്പമുണ്ടായിരുന്ന എൻ്റെ അമ്മാവന്റെ മക്കളെ തിരഞ്ഞു. അവന്മാർ രണ്ടും അതുവരെ അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ 2 ആളെയും ആ സമയത്ത് അവിടെ കണ്ടില്ല. അവന്മാര് തിരഞ്ഞ് ഞാൻ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ അവരെ കണ്ടാൽ ഞാൻ വീട്ടിലേക്ക് പോയെന്നും വേഗം തന്നെ അവരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് നടന്നു. എന്തായിരിക്കും ഇത്ര അത്യാവശ്യം? തിരിച്ചു വിളിച്ചിട്ട് അമ്മാവൻ എന്താ ഫോൺ എടുക്കാത്തത്? ഇനി അമ്മുമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? തിടുക്കത്തിൽ വീട്ടിലേക്ക് പോകുന്ന പോക്കിൽ എൻ്റെ ചിന്തകൾ ഇതെല്ലാമായിരുന്നു. ദേശീയപാത കടന്ന് ഒരു വളവ് തിരിഞ്ഞാൽ എൻ്റെ വീടായി. ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേയുള്ളൂ. അമ്പലപ്പറമ്പ് കഴിഞ്ഞതോടെ വഴിയിലെ വെട്ടം കുറഞ്ഞു വന്നു. മെയിൻ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നുണ്ട്. ആ റോഡ് ക്രോസ് ചെയ്ത് ഒരിടവഴിയിലേക്ക് കയറണം. ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി ഞാൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് 1-2 തവണ ഞാൻ വീണ്ടും അമ്മാവന് ഫോൺ ചെയ്തു. അപ്പോഴും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനിടയിൽ ഞാൻ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന അമ്മാവന്റെ മക്കളെയും ഫോൺ വിളിച്ചു. പരിധിക്ക് പുറത്തെന്ന ഉത്തരമായിരുന്നു അവരുടെ ഫോണിൽ നിന്ന് എനിക്ക് കേൾക്കാനായത്. മെയിൻ റോഡ് ക്രോസ് ചെയ്ത സമയത്ത് എനിക്കൊരു വല്ലായ്മ അനുഭവപ്പെട്ടു.
തൊണ്ട വരളുന്നത് പോലെയും കൈകാൽ കുഴയുന്നത് പോലെയും തോന്നിയതുകൊണ്ട് ഞാൻ അല്പനേരം നായ അണയ്ക്കുന്നത് പോലെ അണച്ചുകൊണ്ട് വഴിയരികിൽ കുറച്ചു നേരം അങ്ങ് കുത്തിയിരുന്നു. ഇടയ്ക്കിടെ ഹോൺ മുഴക്കിക്കൊണ്ട് വാഹനങ്ങൾ ആ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. തെല്ലൊരാശ്വാസം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഇടവഴിയിലേക്ക് തിരിഞ്ഞു നടന്നു. ആ ഇടവഴിയുടെ ഇരുവശത്തും കണ്ട വീടുകളിലൊന്നും ആരുമില്ലെന്ന് തോന്നി. എല്ലാവരും വീട് അടച്ചുപൂട്ടി അമ്പലത്തിൽ പോയിരുന്നതിനാൽ വഴിയോരം തീർത്തും നിശബ്ദമായിരുന്നു. ആളും അനക്കവുമില്ലാത്ത ആ പരിസരം എന്നെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ഒറ്റ ചിന്തയിൽ ഞാൻ കാലുകൾ വലിച്ചു വെച്ച് വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഒരു വളവ് തിരിഞ്ഞതും 10-12 അടി ദൂരത്തിൽ ഒരാൾ എന്റെ മുന്നിലായി നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ആ ഭാഗത്ത് വെളിച്ചം അല്പം കുറവായിരുന്നു. അത്ര നേരം വരെ ഞാൻ മാത്രമേ ആ വഴിയിലുണ്ടായിരുന്നുള്ളൂ. വളവ് തിരിഞ്ഞതും എനിക്ക് മുന്നിലായി നടന്നു നീങ്ങുന്ന ആ മനുഷ്യനെ കണ്ട് ഞാനൊന്ന് പരിഭ്രമിച്ചു. വെളുത്ത നിറത്തിലുള്ള എന്തോ ഒരു വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത്. അയാൾ എന്നിൽ നിന്ന് ഏറെ ദൂരെ ആയതുകൊണ്ടും വെളിച്ചം കുറവായിരുന്നതിനാലും അയാൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ അയാളുടെ നടത്തത്തിന്റെ വേഗത കുറഞ്ഞു വന്നു. എനിക്ക് പരിചയമുള്ള ആൾ ആരെങ്കിലും ആണോ എന്നറിയാൻ ഞാൻ കൈകൾ കൊട്ടി അയാളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കി. പക്ഷേ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയതേയില്ല. ഇതിനിടയിൽ റോഡരികിലുള്ള വീടുകൾ കെട്ടിയിട്ടുണ്ടായിരുന്ന നായ്ക്കൾ കുറച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. നിശബ്ദതയിൽ ആണ്ടുകിടന്നിരുന്ന ആ പരിസരം പെട്ടെന്ന് നായ്ക്കളുടെ തൊള്ള തുറന്നുള്ള കുരയാൽ ശബ്ദമുഖരിതമായി തീർന്നു. ഏതെങ്കിലും ഒരു നായ തുടല് പൊട്ടിച്ചോടി വന്ന് എന്നെ കടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ നടത്തത്തിന്റെ വേഗത കൂട്ടി. ഓടി എന്നതുപോലെയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിലും ഞാൻ എൻ്റെ മുന്നേ നടന്നുപോയിക്കൊണ്ടിരുന്ന ആ മനുഷ്യനെ പലതവണ വിളിച്ചു. ഒടുവിൽ അയാൾ നടത്തം നിർത്തി എന്നെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ഞാൻ അയാളുടെ അടുത്തെത്തിയിരുന്നു. തിരിഞ്ഞെന്നെ നോക്കിയ ആ മനുഷ്യന്റെ മുഖം കണ്ട് ഞാൻ ഇടിവെട്ടേറ്റതുപോലെ അങ്ങനെ നിന്നുപോയി. കരിഞ്ഞു കത്തിയടർന്ന മുഖം, സോറിയാസിസ് ബാധിച്ചതുപോലെ കറുത്ത പൊറ്റുപിടിച്ച തൊലി, ഉണങ്ങി വരണ്ടിരിക്കുന്ന ആ തൊലികൾക്കിടയിലൂടെ ചോരച്ച ചുവന്ന മാംസഭാഗവും എനിക്ക് കാണാമായിരുന്നു. ആ മനുഷ്യന്റെ വികൃതമായ മുഖം കണ്ട് എന്റെ ശരീരത്തിൽ ആകമാനം ഒരു മരവിപ്പ് ബാധിച്ചു. ഷോക്ക് അടിച്ചതുപോലെയുള്ള ഒരവസ്ഥ. ഉച്ചത്തിലൊന്ന് നിലവിളിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. കാലുകൾ മുന്നോട്ട് ചലിക്കുന്നില്ല. അസഹനീയമായ ഭയത്താൽ എന്റെ കൈകാലുകൾ കുഴഞ്ഞു. കണ്ണിൽ ഇരുട്ടിരച്ചു കയറി. അയാൾ ആ ഇരുട്ടിലൂടെ ഒഴുകി ഒഴുകി മുന്നോട്ട് നീങ്ങി കണ്ണിൽ നിന്ന് മറയുന്നത് കണ്ടതും ഞാൻ നിന്ന നിൽപ്പിൽ താഴേക്ക് കുഴഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നടന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ എന്റെ അരികിൽ എന്റെ അമ്മാവന്റെ മക്കളായ അരുണും അമലും അവരുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആ വഴിയരികിൽ തന്നെ കിടക്കുകയായിരുന്നു. അവിടുന്ന് വീട്ടിലേക്ക് അധികം ദൂരമില്ലായിരുന്നു. താഴെ വീണ് കിടന്ന എന്നെ അവരെല്ലാവരും കൂടി പൊക്കിയെടുത്ത് വീട്ടിലെത്തിച്ചു. കുറെ നേരത്തേക്ക് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ കൈകാലുകൾ അനക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. എന്റെ മുഖത്ത് കണ്ട ഭയവും എന്റെ പെരുമാറ്റവും കണ്ട് ഞാൻ എന്തോ കണ്ട് പേടിച്ചതാണെന്ന് അമ്മാവനും അമ്മുമ്മയ്ക്കും ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. വളരെ സാവധാനമാണ് എന്റെ ശരീരത്തിന് ബാധിച്ച ആ വിറവലൊന്ന് മാറിയത്. ഈ ഒരു സമയത്തിനിടയിൽ എന്റെ അമ്മുമ്മ എന്റെ നെറ്റിത്തടത്തിൽ അല്പം ഭസ്മം തൊടുവിക്കുകയും കയ്യിൽ ഒരു കറുത്ത ചരട് കെട്ടിത്തരികയും ചെയ്തു. അമ്മുമ്മ ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ ചെയ്യുന്നത് കുട്ടിക്കാലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. മുറ്റത്തെ ഇരുട്ടിലേക്ക് നോക്കി അമ്മുമ്മ ആരെയോ വഴക്ക് പറയുന്നതും അസഭ്യം പറയുന്നതും ഞാൻ ഭയത്തോടും മറ്റുള്ളവർ കൗതുകത്തോടും നോക്കി നിന്നു. എന്തായാലും കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കിടക്കയിൽ എണീറ്റിരുന്നു.
അമ്പലപ്പറമ്പിലിരുന്ന സമയത്ത് ഫോൺ വന്നതും വീട്ടിലേക്ക് അത്യാവശ്യമായി വരാൻ പറഞ്ഞതുമായ കാര്യങ്ങളടക്കം ദേശീയപാത കടന്ന് ഇടവഴിയിലേക്ക് തിരിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ചുണ്ടായ എല്ലാ സംഭവങ്ങളും ഞാൻ ഭയത്തോടെ വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അമ്മാവൻ എന്നോട് പറഞ്ഞു. അമ്മാവന്റെ ഫോൺ ഇടയ്ക്കെപ്പോഴോ വീട്ടിലെ കുട്ടികൾ കൈവശപ്പെടുത്തിയിരുന്നു. ആരും കാണാതെ അവർ അത് അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് ഒരു കുസൃതി ഒപ്പിച്ചതാണ്. അമ്മാവൻ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉത്സവം കൂടാൻ വീട്ടിലെത്തിയ കുട്ടിപ്പട്ടാളത്തിലെ ഒരു പീക്കിരി തൂണിന് മറയിലേക്ക് ഒളിച്ചത് ഞാൻ കാണുകയും ചെയ്തു. എന്റെ ഉള്ളിലെ ആ ഭയം അപ്പോഴും മാറിയിരുന്നില്ല. വഴിയിൽ വെച്ച് കണ്ട ആ വികൃത മുഖം, അത് ഞാൻ മുൻപെപ്പോഴോ കണ്ട ഒരോർമ്മ എന്നെ വല്ലാണ്ടലട്ടി. പക്ഷേ അതാരാണ്, എപ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കണ്ടെത്താനായില്ല. എന്റെ ഭയന്നുള്ള ആ ഇരിപ്പ് കണ്ട് അമ്മുമ്മ പറഞ്ഞു, നിനക്ക് പേടി തട്ടിയതാ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ റോഡിൽ വെച്ചല്ലേ ഒരു ബസ് കത്തിച്ചാമ്പലായത്. 10-37 പേർ ആ ബസ് അപകടത്തിൽപ്പെട്ട് വെന്ത് മരിച്ചതാ. ഇതുപോലുള്ള ഒരു ഉത്സവ സമയത്താ ആ അപകടം നടന്നത്. ഏതാണ്ട് നീ അമ്പലത്തിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചു വന്ന ആ സമയത്താ ആ അപകടമുണ്ടായത്. അതുകൊണ്ടായിരിക്കും നീ അങ്ങനെയൊക്കെ കണ്ടത്. അമ്മുമ്മ പറഞ്ഞ ആ കാര്യം കേട്ടതും അതുവരെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയതും ഒരുമിച്ചായിരുന്നു. ആ കത്തിയടർന്ന മുഖം, അത് ഞാൻ ഇതിനു മുമ്പും ഒരു തവണ കണ്ടിട്ടുണ്ട്. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഇതുപോലൊരു വേനലവധി ആഘോഷിക്കാൻ ഞാൻ ചമ്മനാട്ടെ എൻ്റെ അമ്മ വീട്ടിൽ വന്ന സമയം. അരുണും അമലും പഠിക്കുന്ന യൂണിയൻ സ്കൂളിൽ അന്ന് വാർഷികാഘോഷ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് നേരെ ഉത്സവപ്പറമ്പിലേക്ക് പാഞ്ഞു. അന്ന് അമ്പലത്തിലും എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 മണി കഴിഞ്ഞ സമയത്ത് ബോംബ് പൊട്ടുന്നത് പോലെയുള്ള വലിയൊരു ശബ്ദം കേട്ടു. അതോടെ അമ്പലപ്പറമ്പിൽ വന്നു കൂടിയ ആൾക്കാരിൽ പലരും ദേശീയപാതക്കരികിലേക്ക് അലമുറയിട്ട് ഓടിപ്പായുന്നത് ഞാൻ കണ്ടു. കാര്യമെന്താണെന്നറിയാൻ ഞാനും അമ്മാവന്റെ പിന്നാലെ പാഞ്ഞുപോയി. സത്യത്തിൽ മെയിൻ റോഡിൽ എത്തിയപ്പോഴാണ് ഞാൻ അമ്മാവന്റെ പിന്നാലെ കൂടിയ കാര്യം അമ്മാവൻ അറിഞ്ഞത്. റോഡിൽ വലിയൊരു തീഗോളം, ഒരു ബസ് അപ്പാടെ നിന്ന് കത്തുകയാണ്. ഓടിക്കൂടിയ ആൾക്കാരുടേതാണോ അതോ ആ ബസ്സിൽ ഉണ്ടായിരുന്നവരാണോ എന്നറിയില്ല. ആരൊക്കെയോ ആർത്ത് നിലവിളിക്കുന്നുണ്ട്. തീ അണക്കാനായി ആളുകൾ ശ്രമിക്കുന്നതിനിടയിൽ ഞാനും കുറച്ച് ദൂരെ നിന്ന് കത്തിയാളുന്ന ആ ബസ്സിനെ നോക്കി നിന്നു. സംഭവസ്ഥലത്തേക്ക് അടുക്കാനേ പറ്റുന്നില്ല. വല്ലാത്ത ചൂടും പുകയുമാണ്. ഇതിനിടയിൽ അപകടത്തിൽപ്പെട്ടവരെ സ്ട്രക്ചറിൽ ചുമന്ന് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്മാവന്റെ പിന്നിൽ നിന്ന് എത്തി നോക്കുന്നതിനിടയിൽ ശരീരമാകെ കത്തി അടർന്ന നിലയിൽ ഒരു മനുഷ്യനെ 2 പേർ ചേർന്ന് സ്ട്രക്ചറിൽ ചുമന്നുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ഉടുത്തിരുന്ന വസ്ത്രമെല്ലാം ഉരുകി ഒലിച്ച് അയാളുടെ ദേഹത്തൊട്ടിയിരുന്നു. തലമുടിയെല്ലാം കത്തിക്കരിഞ്ഞ് മാംസമെല്ലാം വെന്തുപോയ ഒരാൾ. അയാളിൽ അല്പം ജീവൻ ബാക്കിയുണ്ടെന്നറിയിക്കും വിധം ചെറിയ ചില ഞരക്കങ്ങൾ മാത്രം അയാളുടെ വായിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എന്റെ തൊട്ടു മുന്നിൽ കൂടിയാണ് അയാളെയും വഹിച്ചുകൊണ്ട് ആ സ്ട്രക്ചർ കടന്നുപോയത്. ആ സമയം ആ മനുഷ്യൻ തന്റെ കത്തിക്കരിഞ്ഞ കൈ ചുണ്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വെള്ളം വേണമെന്ന രീതിയിൽ ആംഗ്യം കാണിക്കുന്നത് കണ്ട് ഞാൻ അന്താളിച്ച് നിന്നുപോയി. അയാളുടെ പാതി അടഞ്ഞുപോയ കണ്ണുകളുടെ നോട്ടം എന്റെ മുഖത്തേക്ക് നീണ്ടു വന്നതുപോലെ തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മാവന്റെ പിന്നിൽ ഒളിച്ചു. അയാളുടെ കത്തിയടർന്ന മുഖം കണ്ട് ഞാനന്ന് വല്ലാണ്ട് ഭയന്നു പോയിരുന്നു. ആ മനുഷ്യൻ എന്നെ നോക്കിയാണോ വെള്ളം ചോദിച്ചുകൊണ്ടുള്ള ആംഗ്യം കാട്ടിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അയാളുടെ ആ നോട്ടവും പേടിപ്പെടുത്തുന്ന മുഖവും കണ്ട് കുട്ടിയായി ഞാനെന്ന് വല്ലാണ്ട് ഭയന്നു പോയിരുന്നു. ഇന്നും ഞാൻ അതേ മുഖമാണ് ആ വഴിയിൽ കണ്ടത്. 1994 ഫെബ്രുവരി 5 നടന്ന
ആ അപകടത്തെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടു കാണും. ചമ്മനാട് ദുരന്തം. തൃശൂരിൽ നിന്ന് ആറ്റിങ്ങിലേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം ബാലമന്ദിരത്തിലെയും ബാലികാ മന്ദിരത്തിലെയും കുട്ടികളടക്കം അതിൽ 103 യാത്രക്കാർ അന്നുണ്ടായിരുന്നു. കയറും കയറ്റി വന്ന ആ ലോറിയിൽ ബസ് ഇടിച്ചാണ് ആ അപകടമുണ്ടായത്. ലോറിയുടെ ഹെഡ്ലൈറ്റ് ഡിമ്മ് ചെയ്യാതിരുന്നതിനാൽ ബസ്സിന് മുന്നിലുണ്ടായിരുന്ന സൈക്കിൾ യാത്രികനെ ബസ് ഡ്രൈവർ തൊട്ടടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. അയാളെ രക്ഷിക്കാൻ ബസ് വലത്തേക്ക് വെട്ടിച്ചതോടെ എതിരെ വരികയായിരുന്ന ലോറിയുടെ ഡീസൽ ടാങ്കിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായും തകർന്നുപോയി. ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി 2 വാഹനങ്ങൾക്കും തീപിടിച്ചു. ആ അപകടത്തിൽപ്പെട്ട ആ മനുഷ്യന്റെ രൂപം കുട്ടിക്കാലത്ത് എന്നെ ഉറക്കം കെടുത്തിയിരുന്നു. പക്ഷെ പോകെ പോകെ ഞാനത് മറന്നുപോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതേ ദേശീയപാത കടന്ന് വീട്ടിലേക്ക് പോകുന്ന നേരത്തൊന്നും ആ അപകടത്തെക്കുറിച്ചോ അന്ന് കണ്ട ആ കത്തിച്ചാമ്പലായ മനുഷ്യനെ പറ്റിയോ ഞാൻ ഒന്നും തന്നെ ഓർത്തതുമില്ല, ചിന്തിച്ചതുമില്ല. എന്നിട്ടും ഞാൻ ആ മുഖം കണ്ടു. 37ഓളം പേർ ആ അപകടത്തിൽ മരിച്ചതാണ്. അതിലൊരാളെ ഞാൻ വീണ്ടും കണ്ടിരിക്കുന്നു. പണ്ട് എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഞാൻ പോലും അറിയാതെ പതിഞ്ഞുപോയ ഭയപ്പെടുത്തുന്ന ആ കാഴ്ച സമയവും സന്ദർഭവും ഒത്തുവന്നപ്പോൾ വീണ്ടും ആ പഴയ ഓർമ്മകളിൽ എൻ്റെ മനസ്സ് നെയ്തെടുത്ത ഒരു ഭ്രമമായിരുന്നോ അത്, അതോ ഇനി മറ്റെന്തെങ്കിലും ആയിരുന്നോ അത്? അറിയില്ല. എന്തായാലും വിചിത്രവും അങ്ങേയറ്റം ഭയാനകവുമായ ഈ അനുഭവം അതിൽ പിന്നെ എനിക്ക് മറക്കാനേ കഴിഞ്ഞിട്ടില്ല. ഇനി ടോണി തോമസിന്റെ ഒരനുഭവം കേൾക്കാം. എൻ്റെ ജീവിതത്തിലെ അതിഭീകരമായ ഒരനുഭവം ഞാൻ വർഷങ്ങൾക്ക് ശേഷം പങ്കുവയ്ക്കുകയാണ്. ഇതുവരെ ആരോടും പറയാത്ത ഒരനുഭവമാണിത്. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഒരു കൂട്ടുകാരനായിരുന്നു അനൂപ്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ശരിക്കും സഹോദരങ്ങളെപ്പോലെയായിരുന്നു ഞങ്ങൾ. സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒന്നിച്ച്. ഞങ്ങളുടെ സൗഹൃദം നാട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു. ടോണിയും അനൂപും എല്ലായ്പ്പോഴും ഞങ്ങളെ ഒന്നിച്ചു മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. നല്ലതിനും കൊള്ളരുതായ്മയ്ക്കും എല്ലാത്തിനും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. കശുവണ്ടി, കുരുമുളക്, തേങ്ങ അങ്ങനെ പല പ്രകൃതി സമ്പത്തും മോഷ്ടിച്ച് ക്രിക്കറ്റ് ബാറ്റ്, ഫുട്ബോള് എന്നിവ വാങ്ങുക എന്നത് മാത്രമേ കുരുത്തക്കേട് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്. അനൂപ് പഠനം നിർത്തി. അവൻ ആവശ്യത്തിന് വിവരമായി എന്ന് അവൻ്റെ അച്ഛന് തോന്നിക്കാണും. ഞാൻ പക്ഷേ എന്നും അവനെ കാണാൻ അവൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. ഒന്നിച്ചുള്ള പഠനം നിർത്തിയെങ്കിലും എനിക്ക് അവനോടുള്ള സ്നേഹം ഒട്ടും കുറഞ്ഞിരുന്നില്ല. പക്ഷേ അവൻ എന്നിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ ചിന്തകൾ അവനെ അലട്ടുന്നുണ്ട് എന്നെനിക്കറിയാമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഞങ്ങൾ വളർന്ന് ശരിക്കും ചാലക്കുടിക്കാരായി. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളൊരു ഹാഫ് ബോട്ടിൽ റമ്മൊക്കെ വാങ്ങി ഞങ്ങളുടെ സ്ഥിരം സ്ഥലത്ത് ചെന്നിരിക്കും. റോഡ് സൈഡിലുള്ള ഒരു പ്ലാവിൻ്റെ കടയ്ക്കൽ. അതിൻ്റെ വേരെല്ലാം പുറത്തായിരുന്നു. ആ വേരുകളിലാണ് ഞങ്ങളുടെ ഇരിപ്പ്. ചിലപ്പോൾ രാത്രി 2 മണിവരെയൊക്കെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കും. അന്നൊക്കെ എന്തായിരുന്നു ഞങ്ങൾ 2 മണിവരെയൊക്കെ സംസാരിച്ചിരുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവധിക്കാലത്ത് എൻ്റെ വേറെ ഒരു സുഹൃത്തിൻ്റെ ലോറിയിൽ ഞാൻ ജോലിക്ക് കയറി. ജോലി എന്ന് പറഞ്ഞാൽ ശമ്പളമൊന്നുമില്ലാത്ത ജോലിയാണ്. ടാങ്കർ ലോറിയാണ്. നാട്ടിൽ നിന്ന് പോയാൽ 1 മാസമൊക്കെ കഴിഞ്ഞാണ് തിരിച്ചു വരിക. കോയമ്പത്തൂര്, മദ്രാസ്, ബാംഗ്ലൂർ അങ്ങനെ 2-3 സെറ്റൊക്കെ കറങ്ങി നടന്ന് കാണാം. പിന്നെ വയറ് നിറച്ച് റമ്മ്, പിന്നെ ഫുഡ്, പിന്നെന്തിനാ ശമ്പളം. അങ്ങനെ ഒരു തവണ ഞാൻ ലോറിയിൽ പോയ സമയം അനൂപിനോട് യാത്ര പറഞ്ഞാണ് ഞാൻ പോയത്. വരുമ്പോൾ മറീന ബീച്ചിൽ നിന്ന് അവനൊരു വാച്ച് കൊണ്ടുവരണം
എന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഒരു 28 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അന്ന് സെൽഫോണൊന്നുമില്ല. ലാൻഡ് ഫോണ് പോലും വളരെ അപൂർവമാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീടിന്റെ അടുത്തുള്ള ഒരു കടയിലേക്ക് വിളിക്കും, അത്രമാത്രം. ഞങ്ങൾ തിരിച്ചു വന്നത് രാത്രിയായിരുന്നു. ഏകദേശം ഒരു 11 മണി. എന്നെ മെയിൻ റോഡിൽ ഇറക്കിയിട്ട് എന്റെ സുഹൃത്ത് ലോറിയുമായി പോയി. പിന്നെ എനിക്ക് ഇടവഴിയിലൂടെ കുറച്ച് നടക്കണം. അന്നും ഇന്നും എനിക്ക് പ്രേതങ്ങളെ പേടിയില്ല. പക്ഷേ എന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പലവട്ടം തിരിഞ്ഞു നോക്കി. നല്ല ഇരുട്ടാണ്, അതിനാൽ ഒന്നും കാണാനും വയ്യ. രാത്രി 11 മണിക്ക് ഇത്രയും ഭീകരതയുണ്ടോ എന്നെനിക്ക് അപ്പോൾ തോന്നിപ്പോയി. ധൈര്യം സംഭരിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. അപ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും ധൈര്യവാനായ എന്റെ മുൻപിലേക്ക് എന്തോ ഓടി വരുന്നു. ഒന്നേ നോക്കിയുള്ളൂ, പട്ടിയെ പോലൊരു ജീവി. പക്ഷേ അത് പട്ടിയല്ലായിരുന്നു എന്ന് എനിക്കിപ്പോഴും നല്ല ഉറപ്പാണ്. അതിന്റെ 2 കണ്ണുകളും നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പേടിക്കുമോ? ഇല്ല. എന്നാലും പെട്ടെന്ന് വീട്ടിലെത്തേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓടിയത്. പിന്നെ അലറിക്കറിഞ്ഞത് എന്തിനാ? ആവോ, ഒട്ടും പേടിക്കാതെ ഒന്നും നോക്കാതെ ഓടിയത് കൊണ്ട് ഒരബദ്ധം പറ്റി. വീട്ടിലേക്കുള്ള വഴിയേ അല്ല ഞാൻ ഓടിയത്. ഞാൻ ഓടിയ സമയം മുഴുവൻ ആ ജീവി എന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതും ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതുമായ ആ സംഭവം നടന്നത്. ഞാൻ ഓടി ഓടി ചെന്ന് നിന്നത് എന്റെയും അനൂപിന്റെയും സ്ഥിരം സ്ഥലമായ ആ പ്ലാവിന്റെ അടുത്തായിരുന്നു. മലമ്പാമ്പിനെ പോലെ കെട്ടുപിണിഞ്ഞു കിടക്കുന്ന വേരുകൾ. അന്ന് ആദ്യമായി എനിക്ക് ആ വേരുകളെ കണ്ട് പേടി തോന്നി. കിതച്ചുകൊണ്ട് ആ വേരുകൾ കയറി നിന്ന് ഞാൻ ചുറ്റുപാടും നോക്കി. ആ ജീവിയെ കാണാനില്ല. ഇനി എന്തു ചെയ്യണം? ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വിറച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്നും ആരോ എന്റെ തോൾ കൈവച്ചു. ഞാനൊരു ഞെട്ടലോട് തിരിഞ്ഞു നോക്കി. അനൂപ്, എടാ നീയോ? നീ ഇവിടെ എന്തെടുക്കുവാ? രാത്രി ഞാൻ ഓടി വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഒരു നിമിഷം കൊണ്ട് കുറെ ചോദ്യങ്ങൾ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ടോണി, നീ ആദ്യം ഇവിടെ ഇരിക്ക്, എന്നിട്ട് ഒന്ന് ശ്വാസം വിട്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ അവിടെ ഇരുന്നു. അവൻ ആകെപ്പാടെ ഒരു മാറ്റം പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. ടോണി, എനിക്ക് 2 ദിവസം മുമ്പ് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോവേണ്ടതായിരുന്നു. പക്ഷെ നീ വന്നിട്ട് പോവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി നീ നമ്മുടെ ഈ സ്ഥലത്ത് വരുമെന്നും എനിക്ക് തോന്നി. അതാ ഞാൻ നിന്നെ കാത്ത് ഇവിടെ നിന്നത്. എനിക്ക് ദേഷ്യമാണ് വന്നത്. എന്തൊക്കെയാ ഇവനീ പറയുന്നേ? ഇവൻ എവിടെ പോവാനാ? ഇന്ന് വരെ ചാലക്കുടി വിട്ട് പുറത്തു പോവാത്തവൻ. അത് പോട്ടെ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ വരുമെന്ന് എങ്ങനെ ഇവന് തോന്നി? എന്നെ ആ ജീവി ഓടിച്ച് ഈ വഴിക്ക് കൊണ്ടുവരുമെന്ന് അവൻ അറിയാമായിരുന്നു. അനൂപേ, നീ എത്രണ്ണം അടിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു ചെറിയ പുഞ്ചിരി മാത്രമായിരുന്നു അവന്റെ മറുപടി. പിന്നെ ഒരു ചോദ്യവും. നീ എനിക്ക് വാച്ച് കൊണ്ടുവന്നോ? എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ തന്നെ ഞാൻ ബാഗ് തുറന്ന് വാച്ചിന്റെ പൊതി പുറത്തെടുത്തു. ഒരേപോലത്തെ 2 വാച്ചുകൾ, ഒന്ന് എനിക്കും ഒന്ന് അവനും. ഞാൻ തന്നെ അത് കയ്യിൽ കെട്ടിക്കൊടുക്കണമെന്ന് അവന് നിർബന്ധം. പിന്നെ ഞാൻ ആ വാച്ച് അവന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. എന്റെ കയ്യിലുണ്ടായിരുന്ന റംബോട്ടിലെടുത്ത് ഞങ്ങൾ കുറച്ച് കുടിച്ചു. ഞാൻ കണ്ട ആ ഭീകര ജീവിയുടെ കഥ അവൻ ചിരിച്ചു തള്ളി. എവിടെയാണ് നീ പോകുന്നതെന്ന് കുറെ ചോദിച്ചിട്ടും അവൻ എന്നോട് പറഞ്ഞില്ല. അവസാനം അവൻ പറഞ്ഞു, നീ എഴുന്നേൽക്ക്. കുറെ നാളായില്ലേ അമ്മച്ചീനെയും വീട്ടുകാരെയും ഒക്കെ കണ്ടിട്ട്. ഞാനും വരാം നിന്റെ വീട് വരെയും കൂട്ടിന്. കാണുമ്പോൾ നിനക്ക് തരാൻ ഒരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട് അമ്മച്ചി. എനിക്ക് പക്ഷേ അവനോട് കുറെ ചോദിക്കാനുണ്ടായിരുന്നു. അതിനൊന്നും
അവൻ അവസരം തരാതെ അവൻ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നടന്ന് വീടിനടുത്തെത്തി. അപ്പോൾ അവൻ രണ്ടാമത്തെ വാച്ച് എടുത്ത് എന്റെ കയ്യിൽ കെട്ടിത്തന്നു. എന്നിട്ട് അവൻ അവന്റെ കയ്യിൽ ഞാൻ കെട്ടിക്കൊടുത്ത വാച്ചിൽ ഒരു ഉമ്മ വെച്ചു. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിൽ. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. പിന്നീട് അവൻ തിരിഞ്ഞൊരൊറ്റ പോക്ക് പോയി. ഒരിക്കലും ഞാൻ അവനെ കരഞ്ഞു കണ്ടിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അവൻ കുറെ കുടിച്ചിട്ടുണ്ടാവും, അതായിരിക്കും. എന്തായാലും നാളെ കാലത്ത് തന്നെ അവനെ പോയി കാണാം. ഞാൻ എൻ്റെ കയ്യിലെ വാച്ചിൽ നോക്കി വീട്ടിലേക്കുള്ള വഴിയിലോട്ട് കയറി. അപ്പോഴേക്കും ഞങ്ങളുടെ സംസാരം കേട്ടിട്ടായിരിക്കും അമ്മച്ചി വാതിൽ തുറക്കുന്നത് ഞാൻ കണ്ടു. അമ്മച്ചി എന്നോട് ചോദിച്ചു, ഈ പാതിരാത്രി മാത്രമേ നിനക്ക് കയറി വരാൻ പറ്റൂ? ഇതിനു മുമ്പും ഞാൻ പാതിരാത്രിക്കല്ലേ വരാറുള്ളത്? എന്റെ ചോദ്യം അമ്മ കേട്ടതായി ഭാവിച്ചില്ല. അടുത്ത ചോദ്യം, നീ ആരോടോ സംസാരിക്കുന്നത് കേട്ടല്ലോ? അനൂപായിരുന്നു. എന്നെ ഇവിടം വരെയും കൊണ്ടുവിട്ടിട്ട് അവൻ പോയി. അമ്മച്ചിയപ്പോൾ എന്റെ കുരട്ടിമുത്തി എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് എന്നെ പിടിച്ച് വലിച്ച് വീടിനകത്തേക്ക് കയറ്റി. ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഡാ, നീ സത്യമായും അവനെ കണ്ടോ? ഈ അമ്മച്ചിക്ക് എന്താ വട്ടായോ? ഞാൻ എന്തിനാ നുണ പറയുന്നേ? രാത്രിയായ കാരണം അവൻ വീട്ടിൽ കയറാതെ പോയത്. അമ്മച്ചി എന്തിനാ കരയുന്നേ? എന്തൊക്കെയാ ഇവിടെ ഈ നടക്കുന്നേ? ഞാൻ ബഹളം വെച്ചു. എന്റെ പൊന്നു മോനെ, നമ്മുടെ അനൂപ് മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞടാ. അവൻ ആത്മഹത്യ ചെയ്തു. നിങ്ങളുടെ ആ പ്ലാവിലാണ് അവൻ കെട്ടിത്തൂങ്ങിയത്. എന്തിനാ അവനത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അമ്മച്ചി ഉറക്കെ കരയുകയാണ്. എന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ നിമിഷം അറ്റാക്ക് വന്ന് മരിച്ചേനും. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. തൊണ്ട വരളുന്നു, കൈയും കാലും വിറയ്ക്കുന്നു. ഞാൻ പുറകിലേക്കും മറിഞ്ഞു വീണു. ആകെപ്പാടെ ബഹളമായി. അയൽവക്കത്തുള്ളവരെല്ലാവരും ഉണർന്നു. ഓട്ടോ വിളിച്ച് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ കുറേ നേരത്തേക്ക് എനിക്ക് സുബോധമില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പിന്നീട് എല്ലാവരും പറഞ്ഞു. എല്ലാവരും കരുതിയത് പ്രിയ കൂട്ടുകാരൻ മരിച്ച സങ്കടം കാരണം ഞാൻ അങ്ങനെ ആയതെന്നാണ്. എല്ലാം എൻ്റെ തോന്നലായിരിക്കുമോ എന്ന് ഞാൻ ആലോചിച്ചു നോക്കി. കത്തുന്ന കണ്ണുകളുള്ള ഒരു ഭീകരജീവിയും അനൂപിനെ കണ്ടതും എല്ലാം എൻ്റെ തോന്നലുകളാണോ? പക്ഷേ അതൊന്നും എൻ്റെ വെറും തോന്നലുകൾ മാത്രമല്ല എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ അന്ന് രാത്രി സംസാരിച്ച കാര്യങ്ങൾ, അവന് 2 ദിവസം മുമ്പേ എവിടേക്കോ പോകണമായിരുന്നു എന്ന് പറഞ്ഞത്, അവന്റെ തണുത്തുറഞ്ഞ കൈകൾ, ചത്ത മീനിന്റെ പോലത്തെ അവന്റെ മഞ്ഞ കണ്ണുകൾ, ചിലമ്പിച്ച ആ ശബ്ദം, പിന്നെ ഞാൻ വാങ്ങിയ 2 വാച്ചുകളിൽ ഒരു വാച്ച്, അവൻ പറഞ്ഞ അമ്മച്ചി കരുതി വച്ചിരിക്കുന്ന ആ സർപ്രൈസ്, പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞത്, എനിക്ക് വാച്ച് കെട്ടിത്തന്നത്. എനിക്കറിയാം അതവൻ തന്നെയായിരുന്നു. എന്നെ അവൻ ആ രാത്രി ആ പ്ലാവിന്റെ ചുവട്ടിലേക്ക് മനഃപൂർവ്വം എത്തിക്കുകയായിരുന്നു. എനിക്കറിയാം ഈ ഭൂമിയിൽ ഒരാളെപ്പോലും ഈ സംഭവം പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവില്ല എന്ന്. പക്ഷെ എനിക്ക് സംഭവിച്ച ആ കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാതെ പറ്റില്ലല്ലോ. മരിച്ചിട്ടും ഇവിടെ നിന്ന് പോവാതെ 2 ദിവസം ആ പ്ലാവിൻ ചുവട്ടിൽ തന്നെ എനിക്കായി കാത്തുനിന്ന എൻ്റെ അനൂപ്, എന്നോട് യാത്ര പറഞ്ഞു പോവാൻ വന്ന അനൂപ്, പക്ഷേ എന്നെ ഉപേക്ഷിച്ചു പോവാൻ തയ്യാറല്ലായിരുന്നു എന്ന് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ മനസ്സിലായി. ഇനി മറ്റൊരനുഭവം കേൾക്കാം. ജിസ് പറഞ്ഞ ഈ അനുഭവം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. അതൊരു കൊച്ചു വീടായിരുന്നു. വിശാലമായ മുറ്റത്തിന്റെ അതിരുകളിൽ മൈലാഞ്ചി ചെടികൾ വളർന്നു നിന്നു. റോഡിൽ നിന്ന് വീട് വരെ 24 പടവുകളുണ്ട്. റോഡിനപ്പുറം ഒരു കൈത്തോട്. ഞാൻ ജനിച്ച വീടാണിത്.
4 വയസ്സുവരെയും വളർന്ന വീട്. എന്തുകൊണ്ടോ ആ വീടിനോട് എല്ലാവർക്കും ഭയമായിരുന്നെങ്കിലും ഞാൻ ആ വീടിനെ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. മുറ്റത്തേക്കിറങ്ങി നിന്ന് നേരെ ഇടത്തോട്ട് നോക്കിയാൽ പള്ളിമണി കാണാം. എങ്കിലും അതിലും നന്നായി കാണാൻ കഴിഞ്ഞിരുന്നത് സിമിത്തേരിയിലെ ആ വെള്ളക്കുരിശായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കുഴിമാടങ്ങളും കാണാം. അതുകൊണ്ടാവും സന്ധ്യ മയങ്ങിയാൽ മുറ്റത്തിറങ്ങാൻ അമ്മ ഒരിക്കലും സമ്മതിച്ചില്ല. പകൽ നേരങ്ങളിൽ അയൽവക്കക്കാരും കുടുംബക്കാരുമൊക്കെ വീടിനെക്കുറിച്ചും സെമിത്തേരിയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നെങ്കിലും അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലായത് മുതിർന്നതിന് ശേഷമാണ്. ഇന്നും ആ കഥ പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിഴലിക്കുന്ന ആ ഭീതി എനിക്ക് കാണാൻ കഴിയും. ചുമരിൽ തൂങ്ങിയാടുന്ന ക്ലോക്കിൽ രാത്രി 12 അടിക്കുമ്പോൾ ദൂരെ നിന്നും നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം കേട്ടു തുടങ്ങും. പതിയെ പതിയെ ആ ശബ്ദം അടുത്തടുത്ത് വരും. എത്ര അഗാധമായ ഉറക്കത്തിലാണെങ്കിലും അമ്മയും അച്ഛനും ഞെട്ടി ഉണരും. ഒന്ന് അനങ്ങാനോ മിണ്ടാനോ കഴിയാതെ അവർ കണ്ണും തുറന്നങ്ങനെ കിടക്കും. പിന്നെ 1ാമത്തെ പടിയിൽ നിന്നൊരു കാലടി ശബ്ദം കേൾക്കും. ആ ശബ്ദം 24 പടവുകൾ കയറി മുറ്റത്തെത്തി ഉമ്മറത്തെ ചവിട്ടിയിൽ കാലുരച്ച് തിണ്ണയിലേക്ക്. അതിനുശേഷം ആ പഴയ ബെഞ്ചിൽ ആളിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു തരം ഞരക്കം. പിന്നെ നിശബ്ദതയാണ്. നായ്ക്കളുടെ ഓരിയിടൽ പോലും നിലച്ചിരിക്കും. ആദ്യമൊക്കെ കേട്ടവരൊക്കെ ഈ കഥ പുച്ഛിച്ചു തള്ളിയെങ്കിലും പതിയെ പതിയെ ഓരോരുത്തരായി വിശ്വസിച്ചു തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. എന്റെ വല്യമ്മച്ചി ആളൊരു ധൈര്യശാലിയായിരുന്നു. ഇപ്പറയുന്നതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഉറങ്ങാമെന്ന് വല്യമ്മച്ചി സ്വയം അങ്ങ് തീരുമാനിച്ചു. സന്ധ്യാപ്രാർത്ഥനയും അത്താഴവും കുറച്ച് കൊച്ചുവർത്തമാനങ്ങളും കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. റൂമിൽ ഉറങ്ങാൻ നിർബന്ധിച്ചിട്ടും വല്യമ്മച്ചി ഹാളിൽ തന്നെ കിടന്നു. എന്നെ ആരാ പിടിച്ച് വിഴുങ്ങാൻ വരുന്നതെന്ന് കാണണമല്ലോ എന്നൊരു മറുപടിയും തന്നു. രാത്രി ക്ലോക്കിൽ മണി 12 അടിച്ചു. നായ്ക്കൾ ഓരിയിട്ടു തുടങ്ങി. പടവുകൾ കയറിയെത്തുന്ന കാലടികൾ, ബെഞ്ചിന്റെ ഞരക്കം. രാവിലെ എല്ലാവരും ഉണരുന്നതിന് മുമ്പേ വല്യമ്മച്ചി ഉണർന്നു. എടി കൊച്ചേ, ഞാനങ്ങ് പോയേക്കുവാ. പിന്നീട് ഒരിക്കലും സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ വല്യമ്മച്ചി ആ വീട്ടിലിരുന്നിട്ടില്ലത്രേ. അന്ന് രാവിലെ നേരെ പോയത് എന്റെ വല്യച്ചാച്ചന്റെ വീട്ടിലേക്കായിരുന്നു. എന്റെ ചാക്കോച്ച അവര് പറഞ്ഞപ്പോ ഞാനങ്ങ് വിശ്വസിച്ചില്ലട്ടോ. പക്ഷെ രാത്രിയില് ആ ഒച്ചയൊക്കെ കേട്ടപ്പോ ഞാൻ ആകെ മരവിച്ചു പോയി. ബോധപ്പെടുത്തി തല മൂടാൻ പോലും എന്റെ കൈ പൊങ്ങിയില്ല. എന്തായാലും ഈ സംഭവം നാട് മുഴുവൻ പരന്നു. പിന്നെ വികാരിയച്ഛന്റെ പ്രാർത്ഥന, വാതിക്കൽ കുരിശുരൂപം പ്രതിഷ്ഠിക്കൽ, പള്ളിയിലെ വീഞ്ഞു മാനാവെള്ളവും വീടിന് ചുറ്റും തളിക്കൽ, ഇങ്ങനെ പല പല കലാപരിപാടികൾ നടത്തിയിട്ടും ആ പ്രേതം ദിവസവും വന്നും പോയും കൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് താമസം മാറ്റി. വർഷങ്ങൾക്ക് ശേഷം എന്റെ പേരപ്പനും കുടുംബവും ആ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കൊല്ലമിത്ര കഴിഞ്ഞില്ലേ, പ്രേതത്തിനൊക്കെ വയസ്സായിട്ടുണ്ടാവും. പേരപ്പൻ ഉറക്കെ ചിരിച്ചു. ഏതോ മനുഷ്യൻ മനഃപൂർവ്വം പേടിപ്പിക്കാൻ ചെയ്തതാണ് എന്നതായിരുന്നു പേരപ്പന്റെ വാദം. വീട് നന്നാക്കി താമസിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ പേരപ്പന്റെ മകൻ അർദ്ധരാത്രി മൂത്രമൊഴിക്കാൻ വെളിയിലിറങ്ങിയപ്പോൾ എന്തോ കണ്ടു പേടിച്ചു ബോധം കെട്ട് വീണു. 6 അടിയിലേറെ പൊക്കമുള്ള ഒരു രൂപം കണ്ട് പേടിച്ചു എന്നാണ് ബോധം വന്നപ്പോൾ അവൻ പറഞ്ഞത്. അർദ്ധരാത്രിയിലെ കലാപരിപാടി ഇപ്പോഴും തുടരുന്നെന്ന് പറഞ്ഞ് പേരപ്പനും കുറച്ചുനാൾ കഴിഞ്ഞ് ആ വീട് വിട്ടുപോയി. ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായെങ്കിലും ഇപ്പോഴുമുണ്ട് ആ വീട്, മറ്റൊരു ഭാർഗവി നിലയം പോലെ. ഇതിലെ യുക്തി എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ലെങ്കിലും ചെറുപ്പം മുതൽ ഞാൻ കേട്ടു വളർന്നതാണ് ഈ കഥ. ഇടയ്ക്ക് യുക്തിവാദം നടത്തുമ്പോൾ അമ്മ പറയും, എങ്കിൽ നീ ഒരു ദിവസം ആ വീട്ടിൽ ഉറങ്ങിയൊന്ന് തെളിയിക്ക. അത് കേട്ടാൽ പിന്നെ ഞാൻ അവിടുന്ന് മുങ്ങും. വെറുതെ എന്തിനാ ഒരു പരീക്ഷണം. ഇനി പറയുന്ന ഈ അനുഭവം മഹേഷ് മാധവിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഒരുപാട് മഹത് വ്യക്തികളെ ലോകത്തിന് സംഭാവന ചെയ്ത
ഇരിങ്ങാലക്കുടയാണ് എൻ്റെ സ്ഥലം. ഞാനൊരു കരാട്ടെ അധ്യാപകനാണ്. യുക്തിവാദിയും നിരീശ്വരവാദിയുമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ദൈവത്തിൻ്റെ മുൻപിലും കൈകൂപ്പാതെ തല കുനിക്കാതെ തികച്ചും അഹങ്കാരിയായി ഞാൻ വളർന്നു. സ്വന്തം കഴിവിലും ശക്തിയിലും ആത്മവിശ്വാസത്തിലും മാത്രം ആശ്രയിച്ചു. കുട്ടിക്കാലത്ത് വീട്ടിൽ അച്ചാച്ചൻ ഒരുപാട് അനുഭവ കഥകൾ പറയും. ഞങ്ങൾ കുട്ടികൾ ഇതെല്ലാം കേട്ടിരിക്കും. അപ്പോൾ വല്ലാത്തൊരു പേടി മനസ്സിൽ നിറയുമെങ്കിലും അതൊക്കെ മറന്ന് രാത്രിയും പകലുമില്ലാതെ പല വഴിയിലും പല സമയത്തും പേടിയില്ലാതെ സഞ്ചരിച്ചു. ഒന്നിനെയും എവിടെയും കണ്ടുമുട്ടിയില്ല. പല അനുഭവസ്ഥരെയും പരിഹസിച്ചു. അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നവരെ പരിഹസിച്ചു. ക്രിസ്തുമസിനും പെരുന്നാളിനുമൊക്കെ ഇരിഞ്ഞാലക്കുട പള്ളിയിലെ സെമിത്തേരിയിൽ പാതിരാത്രിയിൽ കല്ലറയ്ക്ക് മുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് പണ്ട്. അങ്ങനെ പേടിയില്ലാതെ വളർന്നു. ഇന്ന് ഞാനൊരു കരാട്ടെ പരിശീലകനാണ്. ഇന്ത്യയിൽ കരാട്ടെ പ്രചരിപ്പിച്ച ഒരു ലോകോത്തര മാസ്റ്ററുടെ ശിഷ്യനാവാനുള്ള ഭാഗ്യമുണ്ടായി ജീവിതത്തിൽ. ശാരീരികമായും മാനസികമായും ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനും രക്ഷപ്പെടുന്നതിനുള്ള ആത്മവിശ്വാസവും നേടി. പക്ഷേ മാർഷൽ ആർട്ട് എന്നത് സ്പിരിച്വലായിട്ടുള്ള പഠനമാണ്. എൻ്റെ കുട്ടികളെ സ്പിരിച്വലായി തന്നെ ട്രെയിൻ ചെയ്യുന്നു. അതിന് മറ്റൊരു പ്രധാന കാരണവും കൂടിയുണ്ട്. എൻ്റെ ജീവിതത്തിലെ കണ്ടെത്തലുകളെ, കാഴ്ചപ്പാടുകളെ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ ആ ആകസ്മിക സംഭവം. ഇവിടെ പറയുന്ന സംഭവത്തിലെ സ്ഥലപ്പേരുകളും മറ്റും ബോധപൂർവം ചില കാരണങ്ങളാൽ മറച്ചു വെക്കുകയാണ്. ക്ഷമിക്കുക. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് മൊബൈൽ ഫോൺ ഇറങ്ങി തുടങ്ങിയോ എന്ന് സംശയമാണ്, എൻ്റെ വീടിന് ദൂരെ 4 കിലോമീറ്റർ അപ്പുറത്ത് മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. അവിടെ എനിക്കൊരുപാട് സുഹൃത്തുക്കളും. കണ്ണെത്താ ദൂരം കിലോമീറ്ററുകൾ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന തരിശായ പാടം. അതിൻ്റെ മധ്യത്തിലായി ഒരമ്പലം. അമ്പലത്തിൻ്റെ ഒരു വശം നിറയെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു വലിയ പറമ്പാണ്. മുളങ്കൂട്ടങ്ങൾ നിറഞ്ഞ വലിയ പറമ്പ്. അതിൽ ഒരു കുളവുമുണ്ട്. പകൽ പോലും അങ്ങോട്ടാരും പോകാറില്ല. വിജനമായ, പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടം. പണ്ട് മഴക്കാലത്ത് മലവെള്ളം വന്ന് അമ്പലമൊക്കെ മൂടിപ്പോകുമായിരുന്നു എന്ന് പഴമക്കാർ പറയാറുണ്ട്. അമ്പലത്തിന്റെ മുൻപിലെ വലിയ ആലും കുളവും പാടത്തെ കീറിമുറിച്ചു വരുന്ന ചെമ്മൺ പാതയും ഭയങ്കര രസമാണവിടെ. നിരീശ്വരവാദിയാണെങ്കിലും അക്കാലത്തെ സായാഹ്നങ്ങളിലും രാത്രികളിലും ഏറെ സമയം സുഹൃത്തുക്കൾക്കൊപ്പം ചിലവിട്ട ആ സുന്ദര നിമിഷങ്ങൾ. ഞങ്ങൾ സുഹൃത്തുക്കൾ എന്നും അവിടെ ഒത്തുചേരും. രാത്രി ഏറെ സംസാരിച്ചിരിക്കും. ചില നിലാവ് പെയ്യുന്ന രാത്രികളിൽ ആ അമ്പലവും ആലും പാടവും നിലാവിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ ഗ്രാമീണ കാഴ്ച, അതിൻ്റെ ഒരു ഭംഗിയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ മതിയാകുന്നില്ല. അങ്ങനെ സൗഹൃദങ്ങൾ പൂത്തു തളർത്തു നിൽക്കുന്ന കാലത്താണ് ആ യാഥാർത്ഥിക സംഭവം ഉണ്ടാവുന്നത്. സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇരട്ടച്ചങ്കുള്ള, ഒന്നിനെയും ഭയമില്ലാത്ത, ശരിക്കും കൂടെ നിർത്താൻ പറ്റിയ ഒരുവനുണ്ട്. അവൻ പറഞ്ഞു, കുറച്ച് ദിവസങ്ങളായി രാത്രിയിൽ വീടുകളിൽ വളരെ ശല്യങ്ങളുണ്ട്. നിറയെ പട്ടികളുടെ കുരയും ആരൊക്കെയോ പുറത്തുനിന്ന് വരുന്നുമുണ്ട്. പലയിടത്തും രാത്രി ഡോറിൽ തട്ടലും കാൽപെരുമാറ്റവും. നമുക്കൊന്ന് നോക്കണം. രാത്രിയിൽ കള്ളന്മാരെ പിടികൂടാൻ ഞങ്ങൾ സുഹൃത്തുക്കൾ സംഘടിച്ചു. വിശാലമായ പാടത്തിന്റെ ഒരു മൂലയിൽ പാതി പണിത ഒരു വീടിന്റെ ടെറസിൽ സർവ്വ സന്നാഹങ്ങളുമായി ഞങ്ങൾ 20ഓളം പേർ കാത്തിരുന്നു. ഞാനൊഴിച്ചെല്ലാവരും ലോക്കൽസ്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അമ്പലത്തിലേക്ക് പ്രധാന വഴിയിൽ നിന്ന് 500 മീറ്റർ സ്ട്രെയിറ്റ് ചെമ്മൺപാതയാണ്. അതും പാടത്തിന് നടുവിലൂടെ. ചെറിയൊരു നാട്ടുവെളിച്ചം മാത്രമേ ഉള്ളൂ. എങ്ങും നിശബ്ദത. സമയം 12:30 കഴിഞ്ഞു കാണും. ഗ്രാമം നല്ല ഉറക്കത്തിലേക്ക്. ദൂരെ ചെമ്മൺപാതയും അമ്പലവും. ഇരുട്ട് അതിൻ്റെ ഭീകരതയുടെ കട്ട പിടിച്ചു കിടക്കുന്നു അവിടെയെല്ലാം. പെട്ടെന്നാണ് ആ പാതയുടെ തുടക്കത്തിൽ ഒരു വെളിച്ചം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാവരും പെട്ടെന്ന് അലർട്ടായി. ആരോ ഒരു വിളക്കും കത്തിച്ചുകൊണ്ട് അമ്പലത്തിന് ലക്ഷ്യമാക്കി ചെമ്മൺ പാതയിലൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് കൂടെയുള്ളവരിൽ ചിലർക്ക് അപകടം മണത്തു.
അതെന്താണെന്ന് നോക്കുവാൻ കൂടെയുള്ളവർക്ക് ആർക്കുമില്ല ധൈര്യം. ഇതിവിടെ സാധാരണമാണെന്ന് ഒരു കേട്ടറിവുണ്ട് പലർക്കും. പക്ഷേ നമ്മുടെ ഇരട്ടച്ചങ്കുള്ള ചങ്ങാതി വീടിന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. കൂടെ ഞാനും. മുന്നോട്ടു പോവുക തന്നെ. പുറകിൽ നിന്ന് വേണ്ടടാ, പോവണ്ട, പ്ലീസ്, ഇത് പ്രശ്നമാവും കേട്ടോ എന്നുള്ള കൂട്ടുകാരുടെ വിളികളൊന്നും ഞങ്ങൾ കാര്യമാക്കി എടുത്തില്ല. വെളിച്ചത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് അത് വളരെ ദൂരെ നിന്നാണ് വരുന്നത്. ഏകദേശം 5 അടിയോളം ഉയരത്തിലാണ്. ചെറിയ വെട്ടമാണ് എന്നൊക്കെ മനസ്സിലായി. അമ്പലത്തിന്റെ മുൻവശം ലക്ഷ്യമാക്കിയാണ് വരുന്നത്. വെളിച്ചവുമായി വരുന്നത് ഒരു വ്യക്തിയാണോ? അതിനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ആരെന്നറിയുക തന്നെ. ഞങ്ങൾ 2 പേരും പതുങ്ങി പതുങ്ങി അമ്പലത്തിന്റെ മുൻപിൽ സന്ധിക്കാൻ പാകത്തിൽ ഒരു കമാൻഡോ ഓപ്പറേഷനെ അനുസ്മരിപ്പിക്കും വിധത്തിൽ നീങ്ങിത്തുടങ്ങി. സുഹൃത്തിന്റെ കയ്യിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ലൊരു ടോർച്ചുണ്ട്. പക്ഷേ അത് ഓണാക്കിയില്ല. പിന്നെ നല്ലൊരു വാളും. ഞാൻ വെറും കൈയാണ്. വെളിച്ചം വളരെ അടുത്തു. ഞങ്ങൾ മാക്സിമം സ്പീഡ് വർദ്ധിപ്പിച്ചു. ആശങ്കയുടെ ഹൃദയമിടിപ്പിന്റെ നിമിഷങ്ങൾ. വെളിച്ചം കിഴക്ക് നിന്നാണ് വരുന്നത്. ഞങ്ങൾ വടക്ക് ഭാഗത്തു നിന്നു. അതാ വെളിച്ചം ആദ്യം കോമ്പൗണ്ടിന്റെ മുൻപിലെത്തി. ഞങ്ങൾക്ക് വ്യക്തമായി എല്ലാം കാണാം. മേലാകെ തരിച്ചുപോയി. ആളുമില്ല, ഒന്നുമില്ല. ഒരു വിളക്ക് കത്തുന്ന വെട്ടം മാത്രം. വെട്ടവുമായി ഞങ്ങൾ 10 അടി അകലം വരെ എത്തി. ഉപ്പൂറ്റി നിലത്തു തൊടാതെ, ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ അതിനെ പിന്തുടർന്നു. വെട്ടം തെക്കോട്ട് തിരിഞ്ഞു. അമ്പലത്തിലേക്ക് കയറാതെ. ഞങ്ങൾ മാക്സിമം സ്പീഡ് എടുക്കുന്നുണ്ട്. പക്ഷെ വെട്ടവും സ്പീഡ് കൂട്ടി. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. വെളിച്ചം പോകുന്നത് അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള വിജനമായ പറമ്പിലേക്കാണ്. പിന്നാലെ എന്നും വരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും. മനസ്സ് നിറയെ ഭീതിയും ആകാംക്ഷയും. വല്ലാത്തൊരവസ്ഥ. ചെറിയൊരു ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് ഞങ്ങളുടെ യാത്ര. വെളിച്ചം പിടിതരാതെ പോവുകയാണ്. പറമ്പിൽ വലിയൊരു തോടുണ്ട്. വെളിച്ചം അതിന് മുകളിലൂടെ സിമ്പിളായങ്ങ് കടന്നുപോയി. ഞങ്ങൾക്ക് കടക്കാൻ പറ്റുന്നില്ല. ഓടി വന്നാൽ ചാടാം. പക്ഷേ അതിനുള്ള സമയമില്ല. പിന്നെ വലിയ ശബ്ദമുണ്ടാകും. ഞങ്ങൾ തോടിന്റെ വീതി കുറഞ്ഞ ഭാഗം നോക്കി തോട്ടിലേക്ക് ഇറങ്ങിക്കടന്നു. അപ്പോഴേക്കും വെട്ടവുമായുള്ള അകലം 10 അടിയിൽ നിന്ന് കൂടിയിരുന്നു. അത് പറമ്പിലെ കുളം ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നതെന്ന് മനസ്സിലായി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അത് കുളത്തിനെ വലം വെക്കാൻ തുടങ്ങി. ഞങ്ങൾ വെളിച്ചം വലം വെച്ച് വരുന്നതിന്റെ എതിർ ദിശയിലേക്ക് ചെന്നു. വെളിച്ചമതാ തൊട്ടു മുമ്പിൽ. പെട്ടെന്ന് ആ വെളിച്ചമങ്ങ് അണഞ്ഞു. ഞങ്ങൾ ചുറ്റും പരതി. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആ വെളിച്ചം ഞങ്ങളുടെ പിറകിൽ വീണ്ടും. പിന്നാലെ അത് വെച്ചുപിടിച്ചു. വെളിച്ചം കുളത്തിലേക്കിറങ്ങി ചണ്ടികൾ മൂടിക്കിടക്കുന്ന കുളം നിറയെ വെളിച്ചം. അതിന് മുകളിലൂടെ നീങ്ങി മധ്യത്തിലെത്തി. അതാ നമ്മുടെ സുഹൃത്ത് ടോർച്ചടിച്ചു അതിന്റെ നേർക്ക്. വെളിച്ചം അണഞ്ഞു, ടോർച്ചും. പിന്നീട് അവിടെ നടന്നത് വർണ്ണിക്കാൻ വാക്കുകൾക്കാവില്ല. പ്രകൃതി പെട്ടെന്ന് തന്നെ മാറി. മേലാകെ ചരൽവാരി എറിഞ്ഞതുപോലെയുള്ള അനുഭവം. നിറയെ കിളികളുടെ കാതടിപ്പിക്കുന്ന ശബ്ദം ചെവിയിൽ തുളഞ്ഞു കയറുകയാണ്. ചുറ്റും കുറ്റാക്കൂരിട്ട് വിജനമായ സ്ഥലം. പലതരത്തിലുള്ള ശബ്ദങ്ങളുടെ സംഹാര താണ്ഡവം ചെവി തുളച്ചു കയറുന്നത് പോലെ. സുഹൃത്ത് വാളെടുത്ത് ചുറ്റും ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. വെട്ടുകൊണ്ട് ചാവാഞ്ഞത് ഭാഗ്യം. സത്യം പറയാമല്ലോ, ഏകദേശം ഒരു ദിശ ലക്ഷ്യമാക്കി തോടയ്ക്ക് ചാടിക്കടന്ന് ഞങ്ങൾ ഓടി. അമ്പലത്തിന് മുന്നിൽ ചെന്ന് നിന്നു. പിന്നെ കൂട്ടുകാരുടെ അടുത്തേക്കും. അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. പോവേണ്ട വല്ല കാര്യവുമുണ്ടോ എന്നവർ വഴക്കും പറഞ്ഞു. അവിടുത്തുകാർക്ക് ഇങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ പോയില്ല. ഉറക്കം വന്നില്ല. കുട്ടിക്കാലം തൊട്ടേ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ വിശ്വാസങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്താണ് കണ്ടത്, അനുഭവിച്ചത്, അത് ഓർക്കാനേ വയ്യ, മറക്കാനും. ദൈവം, പ്രേതം, പിശാച്, അദൃശ്യശക്തികൾ എന്തൊക്കെയോ ഉണ്ട്. പിറ്റേ ദിവസം ഞങ്ങളുടെ സംസാരം ഇത് മാത്രമായിരുന്നു. തലേന്ന്
ഞങ്ങൾ പോയ വഴി ഒരിക്കൽ കൂടി യാത്ര ചെയ്തു. അവിടേക്ക് പോയി നോക്കി. പിന്നീട് കൂട്ടുകാരന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ചിന്തകൾ ആകെ പ്രശ്നമായി തുടങ്ങി. ഞാൻ വല്ലാത്തൊരു മൂഡിലേക്ക് മാറിപ്പോകുന്നതായി തോന്നിയതല്ല, സത്യമാണ്. ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ എന്തോ പോലെ. രാത്രി ഉറക്കം വരുന്നില്ല. 3 മണിക്ക് ശേഷം മാത്രമേ ഉറങ്ങൂ. രാത്രി കിടക്കണമെങ്കിൽ തലയിണക്കടിയിൽ ആയുധം വെക്കേണ്ട സ്ഥിതിയായി. കണ്ട കാഴ്ചയെപ്പറ്റി പലരോടും പറഞ്ഞു. പലരും വിശ്വസിച്ചില്ല. വീട്ടിൽ അച്ഛനോട് പറഞ്ഞപ്പോൾ സത്യാണ്, പണ്ട് കോൾനിലത്തിൽ പുലർച്ചെ പോകുമ്പോൾ ധാരാളം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മാനസികമായ മാറ്റങ്ങൾ വീട്ടിലും ആകെ പ്രശ്നമായി തുടങ്ങി. ചീത്തയും കുറ്റപ്പെടുത്തലും വഴക്കും. കൂട്ടുകാർക്കൊപ്പം ഒരു രാത്രി കൂടെ പോയി അത് ക്യാമറയിൽ പകർത്തണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തു. വീട്ടിലറിഞ്ഞപ്പോൾ ഒരു രക്ഷയുമില്ല. ചീത്തയോട് ചീത്ത. എന്തു വന്നാലും ഞാൻ പോകും. അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. വീണ്ടും ഒരു വെള്ളിയാഴ്ച എത്തി. ഞാൻ അങ്ങോട്ട് പോകുവാനായി രാത്രി ക്യാമറയുമായി ഇറങ്ങി. MCP സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വെച്ച് ഒരു ഭിക്ഷക്കാരി എൻ്റെ ബൈക്കിന് വട്ടം ചാടി. അവരുടെ കാലൊടിഞ്ഞു. ബൈക്കിൻ്റെ മുൻവശവും ക്യാമറയും ആകെ നാശമായി. ഭിക്ഷക്കാരിയെ 1 മാസം സ്വന്തം അമ്മയെപ്പോലെ നോക്കേണ്ടി വന്നു. പക്ഷേ എൻ്റെ രാത്രികളിലെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സംഭവത്തോടെ ശരിക്കും ഒരു ഭയം. രാത്രിയും പകലും ആരോ പിന്തുടരുന്നത് പോലെ. അജ്ഞാത ശക്തിയുടെ ആക്രമണം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന തോന്നൽ. അങ്ങനെ ഒരു ദിവസം രാത്രി എപ്പോഴോ ഉറങ്ങിപ്പോയി. വീടിന്റെ മുകളിലെ റൂമിൽ ഒന്നിൽ ഞാനും അപ്പുറത്തേതിൽ അനിയനുമാണ് കിടക്കാറ്. ഫാൻ ഇട്ടിരുന്നതിനാൽ പുറത്തെ ശബ്ദമൊന്നും കേൾക്കുന്നേയില്ല. പെട്ടെന്ന് എന്ന് ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് ഞാൻ ചാടി എണീറ്റത്. തലയിണക്കടിയിൽ നിന്ന് ആയുധമെടുത്ത് ജനൽ തുറന്ന് ചുറ്റും നോക്കി. ഒന്നും കാണാനില്ല. എൻ്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് തന്നെ സങ്കടം വന്നു. രാവിലെ എണീറ്റപ്പോൾ അനിയനും പറഞ്ഞു ഇതേ അനുഭവം. എനിക്ക് കൂട്ടായി അവനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സുകൊണ്ട് കുറ്റമൊക്കെ ഏറ്റു പറഞ്ഞു. ഇനിയൊരു വെല്ലുവിളിയുമായി ഞാൻ വരില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങി. പിന്നെ ഒന്നും ഉണ്ടായില്ല. ഇത് കേട്ട് ആരും വിശ്വാസികളോ അന്ധവിശ്വാസികളോ ആവരുത്. ഈ സംഭവം മനസ്സിലുയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം തേടിയാവണം ഓരോരുത്തരുടെയും മനസ്സ്. കാരണം രഹസ്യങ്ങളുടെ ചുരുൾ ഒരു നാൾ അഴിയുക തന്നെ വേണം. ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. ശാസ്ത്രം തന്നെയാണ് വലുത്. നമുക്കെല്ലാം നേടിത്തന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രീയമായി തന്നെ എല്ലാറ്റിനെയും അപഗ്രഥിക്കണം. പക്ഷേ ശാസ്ത്രത്തിന് പിടിതരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, ഈ ലോകത്തിൽ. ഭൂതപ്രേത പിശാചുക്കൾ ലോകത്തുണ്ടോ? ആത്മാവുണ്ടോ? പക്ഷേ ഞാൻ പറയുന്നത് എന്തൊക്കെയോ അദൃശ്യശക്തികൾ ഉണ്ട് എന്നാണ്. നമ്മൾ കാണാതെ, ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത്. എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇന്നേ വരെ ആ വഴിക്ക് ചിന്തിക്കാത്തത്? അനുഭവങ്ങളും അറിവും ഇല്ലാത്തവന്റെ തലയിലെ അജ്ഞതയാണ് നിരീശ്വരവാദവും യുക്തിവാദവും എന്ന് ഞാൻ ഉറക്കെ പറയും. എൻ്റെ അനുഭവം കൊണ്ട് 1000 ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. ദൈവമെന്ന സങ്കല്പമുണ്ടോ? സത്യത്തിൽ മനുഷ്യൻ തന്നെയല്ലേ ദൈവങ്ങളെ സൃഷ്ടിച്ചത്? നമ്മുടെ അമ്പലങ്ങൾക്കും പള്ളികൾക്കും 1500 വർഷങ്ങൾക്ക് മേൽ പഴക്കമുണ്ടല്ലോ. അവിടുത്തെ ദൈവങ്ങളും മനുഷ്യനിർമ്മിതമല്ലേ? ഒരു വെളിച്ചം എങ്ങനെയാണ് തനിയെ ഉണ്ടാവുന്നത്? ഞാൻ കണ്ടത് രക്ഷസിന്റെ പോക്കുവരവാണോ? ബ്രാഹ്മണന്റെ ദുർമരണമാണോ രക്ഷസ്? ഇതൊന്നുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിടയിൽ എന്തൊക്കെയോ അദൃശ്യ ശക്തികളുണ്ട്. ദൈവം, ഭൂതം, പ്രേതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യഥാർത്ഥ ശക്തികളെ കണ്ടെത്തുന്നതിൽ നിന്ന് പുറംതിരിഞ്ഞു പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരിക്കലും പേടിച്ചോടരുത്. അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ ശ്രമിക്കുകയും വേണം. തെറ്റിദ്ധാരണകൾ പരത്താതെ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുക. ഭയപ്പെടുത്തുന്നൊരു സംഭവം വരുന്നതുവരെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. വന്നാൽ സധൈര്യം നേരിടുക എന്ന് പറഞ്ഞ മഹത് വ്യക്തിയെ ഓർക്കുന്നു. ആരെയും ഒന്നിനെയും ഒരിക്കലും ഭയപ്പെടരുതെന്ന് പറഞ്ഞ എൻ്റെ പ്രിയ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു.